മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് വ്യാജ പ്രചരണം. ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന പണം എത്തുന്നത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ്. പ്രളയകാലത്ത് ദുരിതാശ്വാസ നിധിയിലെത്തിയ തുക പൂർണ്ണമായും നൽകിയത് പ്രളയബാധിതർക്കാണ്. പൂർണ്ണമായും ഓഡിറ്റിങ്ങിന് വിധേയമായതും സുതാര്യവുമായ ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്. സംസ്ഥാനം കണ്ട എല്ലാ ദുരന്തങ്ങളെയും നമ്മൾ നേരിട്ടത് ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്നാണ്. എന്നാൽ അതിനിടയിലും രാഷ്ട്രീയം കലർത്തി കുത്തിത്തിരിപ്പിനാണ് ചിലരുടെ നീക്കം. അതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിലും അല്ലാതെയും ചിലർ നടത്തുന്നത്. സഹായ മനസ്സുമായി എത്തുന്നവരെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം. പൂർണ്ണമായും ഓഡിറ്റിങ്ങിന് വിധേയമായതും സുതാര്യവുമായ ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. 2018-2019 പ്രളയകാലത്തെ കണക്കുകൾ ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ്. 2018 ജൂലൈ 27 മുതൽ 2020 മാർച്ച് 26 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് 4,970 കോടി രൂപയാണ്. ഇതിൽ 4,724.83 കോടി രൂപയാണ് ദുരിതബാധിതർക്ക് അനുവദിച്ചത്. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള ചുമതല. എന്നാൽ ധനവകുപ്പ് സെക്രട്ടറിക്ക് ഫണ്ട് പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ അധികാരമില്ല. ഫണ്ട് നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ്. സർക്കാർ ഉത്തരവനുസരിച്ച് മാത്രമേ ഫണ്ട് ചെലവഴിക്കാൻ കഴിയൂ. തുക കൈകാര്യം ചെയ്ത വിവരങ്ങൾ പൂർണ്ണമായും സർക്കാർ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാലും ജനങ്ങൾക്ക് വിവരം ലഭിക്കും. തുക ചിലവഴിക്കുന്നത് CAG ഓഡിറ്റിന് വിധേയമാണ്. ദുരിതാശ്വാസ നിധിയിൽ സംസ്ഥാന നിയമസഭയുടെ സൂക്ഷ്മ പരിശോധനയും നടത്തും. വസ്തുത ഇതായിരിക്കെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ തുക അർഹരുടെ കൈകളിൽ എത്തില്ല എന്ന പ്രചാരണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.